ജനുവരി 2022 കറണ്ട് അഫയേഴ്സ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 പോയിന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഡോക്ടർ സുപ്രിയ AR എന്തുമായി ബന്ധപ്പെട്ടതാണ്? സമഗ്ര ശിക്ഷ കേരളം സ്റ്റേറ്റ് പ്രോജക്ട് ഡയറക്ടറായിട്ട് നിയമിതയായത് ആരാണ്? ഡോക്ടർ സുപ്രിയ AR ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, ഓർത്ത് വെക്കണം. നമ്പ്യാർ സ്മാരക സമിതിയുടെ കുഞ്ചൻ നമ്പ്യാർ അവാർഡ് നേടിയത് ആരാണ്? പെരുമ്പടവം ശ്രീധരൻ ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, അതും ഓർത്ത് വെക്കണം. രണ്ടാമത്തേത് എറണാകുളം ഷൊർണൂർ റെയിൽപാത കറണ്ട് അഫയേഴ്സിലുണ്ട്. എന്താണ്? ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് സംവിധാനം ഏർപ്പെടുത്താൻ അനുമതി ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ റെയിൽപാതയാണ് എറണാകുളം ഷൊർണൂർ റെയിൽപാത. അത് കഴിഞ്ഞ് JC ഡാനിയൽ പ്രതിമ എവിടെയാണ്? നെയ്യാറ്റിൻകരയാണ് സ്ഥാപിക്കാൻ പോകുന്നത് JC ഡാനിയൽ പ്രതിമ. അത് കഴിഞ്ഞു. ടാറ്റ ഗ്രൂപ്പ് 3.2% ഓഹരി എക്വയർ ചെയ്യുന്ന എവിടെയാണ്? കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. 3.2% ഓഹരികൾ സ്വന്തമാക്കിയത് ആര്? ടാറ്റ ഗ്രൂപ്പ്. അതും കഴിഞ്ഞു. ജയസൂര്യ ബെസ്റ്റ് ആക്ടറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ധാക്ക ഫിലിം ഫെസ്റ്റിവലാണ്. ധാക്ക ഫിലിം ഫെസ്റ്റിവൽ. അതും കഴിഞ്ഞു. അടുത്തത് ഗ്രാഫീൻ ഇന്നൊവേഷൻ സെൻറ്റർ എവിടെയാണ്? ഏത് സംസ്ഥാനത്താണ് ഗ്രാഫീൻ ഇന്നൊവേഷൻ സെൻറ്റർ സ്ഥാപിക്കാൻ പോകുന്നത്? കേരളത്തിലാണ്. അത് കഴിഞ്ഞു. റബ്ബർ ചെക്ക് ഡാം എവിടെയാണ്? ഏത് ജില്ലയിലാണ് റബ്ബർ ചെക്ക് ഡാം ഉള്ളത്? കാസർഗോഡാണ് നിലവിൽ വന്നത്. കേരളത്തിലെ ഹെൽത്ത് ATM എവിടെയാണ്? കേരളത്തിലെ ഹെൽത്ത് ATM എറണാകുളത്താണ്. കേരളത്തിലെ ഹെൽത്ത് ATM IV ദാസ് ആണ്, JV ദാസ് അല്ല. IV ദാസ് പുരസ്കാരം ആർക്കാണ്? K സച്ചിദാനന്ദനാണ് IV ദാസ് പുരസ്കാരം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 10 എണ്ണമാണ്. പെട്ടെന്നുള്ള റിവിഷന് വേണ്ടിയിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്.